ഞമ്മ എന്താണ് പരിപാടി? 2 പ്രസവിച്ച് നിനക്കെന്തിനാ ബ്രസ്റ്റ് ഫീഡിങ് ബേസിക്സ്? ഫസ്റ്റ് ടൈം അല്ലേ, അതിനോട് എടുത്ത ലവിങ് കെയർ. നമ്മുടെ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റിന് വന്നേക്കുക. ഡോക്ടറെ കാണാതിരിക്കുക അല്ലേ? ഫസ്റ്റ് എന്താ ചെയ്തേ? അവർ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ റിപ്പോർട്ട് ചെയ്തു. പിന്നെ കുറേ ടെസ്റ്റിനൊക്കെ അവർ ബ്ലഡ് ടെസ്റ്റിന് എഴുതി തന്നു. ടെസ്റ്റ് എടുക്കുന്നു. എനിക്ക് പ്രഗ്നൻസി ഡിസീസ് ഷുഗർ ഉണ്ട്, എപ്പോഴും ഹൈയും ലോ ആവും എപ്പോഴും. അത് ടെസ്റ്റ് ചെയ്യണം. അതൊക്കെ അവർ എല്ലാ റിപ്പോർട്ടൊക്കെ എടുത്ത് ഡോക്ടറിനെ വിളിക്കും. ഡോക്ടറിന് വേണ്ടി വെയിറ്റിംഗ് ഫോർ ഡോക്ടർ. ഫസ്റ്റ് ചൈൽഡിൻ്റെ സെക്കൻഡ് ചൈൽഡിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് എടുത്തു. അതെ, പക്ഷെ നമുക്ക് എപ്പോഴും ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. കാരണം നാട്ടിലെ പോലെ എല്ലാം ഡിഫറെൻ്റ്. ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് പോലെ. നല്ല സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലം അല്ലേ? 7 ഡോക്ടർമാരുണ്ട്, മാറി മാറി വരുമെന്നാ പറഞ്ഞത്. ഒറ്റ ഡോക്ടറൊന്നുമില്ല, 7 ഡോക്ടർ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാന്ന് പറഞ്ഞില്ലേ? അങ്ങനെയല്ല, എല്ലാ പ്രാവശ്യം ഈ പുള്ളിക്കാരിനെ കിട്ടുന്നെങ്കിൽ നിങ്ങൾക്ക് വേറെ ഡോക്ടറിനെ ചോദിക്കാന്ന് വേണേ. എന്നും ഒരാളെ കാണണമെന്നില്ലെന്ന്. നമുക്ക് ഒരാൾ തന്നെയല്ലേ നല്ലത്. ഓരോ പ്രാവശ്യം മാറി മാറി ആദ്യമായിട്ട് ക്ലീൻ ആൻഡ് നീറ്റ് അല്ലേ? സൈലന്റ്. ആകെ നമുക്ക് മാത്രമേ അപ്പോയിൻമെന്റ് ഉള്ളെന്ന് തോന്നുന്നത്. പിള്ളേർക്ക് കളിക്കാനൊക്കെ ഉണ്ട്. ഇനി ഒന്ന് സ്ഥിരം പ്രഗ്നൻസി അപ്ഡേറ്റ് വീഡിയോസ് ഉണ്ടാവോ? പ്രഗ്നൻസി അപ്ഡേറ്റ് വീഡിയോസ് ചുമ്മാ പറയുന്നു, ചുമ്മാ ഒരു മനസ്സിൽ. ഇനി കണ്ടിന്യൂസ് വീഡിയോ ചെയ്യുമോ? കാനഡയിലെ പ്രഗ്നൻസി അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? കനേഡിയൻ പ്രഗ്നൻസി നമ്മൾ ഓരോ അപ്ഡേറ്റ്സും തരുന്നതായിരിക്കും. കനേഡിയൻ പ്രഗ്നൻസി ഇൻഫർമേഷൻ. കനേഡിയയിലുള്ളവർക്ക് ഹെൽപ്പ്. പ്രസവിക്കാൻ ആരുടെ ഹെൽപ്പിൻ്റെ ആവശ്യമില്ലെന്ന്. എന്നാലും എൻ്റെ ഡിഫറെൻ്റ് ആയിരിക്കും നമുക്ക് എക്സ്പീരിയൻസ്. നാട്ടിലെ പോലെ എല്ലാം ഡിഫറെൻറ്റ്. കുറേ കാര്യങ്ങൾ പ്രസവം നോർമലാണ്, മെൻസ്ട്രേഷൻ പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഡിഫറെൻ്റ് ആണ്. പിന്നെ നമ്മൾ എത്ര മണിക്ക് വന്നാട്ടാ? നമ്മൾ 9:14 വന്നതാണ്. 9:14 8:30 വീട്ടിൽ നിന്ന് ഇറങ്ങി. 8:30 വീട്ടിൽ നിന്ന് ഇറങ്ങി. 9:15 അപ്പോയിൻമെന്റ്. 9:10 ഇപ്പോൾ ഇവിടെ 9:05 നമ്മൾ വന്നിട്ടുണ്ട്. ഇപ്പൊ സമയം എത്രേ? ഇപ്പം 10:51. 1.5 മണിക്കൂറേ ഉള്ളല്ലേ? അല്ല, 2 മണിക്കൂർ. 10:55 ആയില്ലേ? 2 മണിക്കൂറായി. 2 മണിക്കൂറോ? ഡോക്ടറെ കാണാൻ ഇരിക്കുകയാണ് നമ്മളിപ്പോൾ. അവർ ഓൾറെഡി 1.5 എത്ര hours അവർ പറഞ്ഞു? 1.5 മണിക്കൂർ എടുക്കും. അവർ ഡോക്ടറെ എമർജൻസിയിൽ നിന്ന് പോയതായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഡോക്ടർ വെയിറ്റിംഗ്. കഴിഞ്ഞല്ലേ ഡോക്ടറെ കണ്ടിട്ട്? ഡോക്ടറെ കണ്ടു. ഒരു ടെസ്റ്റ് ഒക്കെ ചെയ്തു. എന്തോ പെപ്പ് ടെസ്റ്റ് ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്താ ഡീറ്റെയിൽസ് പറഞ്ഞുതരാവേ. അത് നമ്മുടെ വജൈനൽ എന്താ സെർവിക്സ് ആണ്. സെർവിക്സിന്റെ സ്ട്രെങ്ത് നോക്കാനോ? ക്യാൻസർ സംബന്ധമായിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ, ആ ഏരിയ ഓക്കെ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള. സെർവിക്സ് എന്തോ അതിനകത്ത് സെല്ലെടുക്കോ കണ്ടായിരുന്നു. നമ്മൾ നാട്ടിൽ ചെയ്തിട്ടുണ്ടോ പെപ്പ് ടെസ്റ്റ് ചോദിച്ചു. ഞങ്ങൾക്ക് 2 പേർക്ക് എന്താ പെപ്പ് ടെസ്റ്റ് എന്ന് അറിയാത്തോണ്ട് ചെയ്തിട്ടില്ലാന്ന് പറഞ്ഞു. അപ്പൊ അവര് പിന്നെ ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ബ്ലഡ് ടെസ്റ്റിനുള്ളത് ബ്ലഡ് ടെസ്റ്റിന് എഴുതി. പിന്നെ വൊമിറ്റിങ്ങിനുള്ള ഗുളിക തന്നു. ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുണ്ട് ഓഗസ്റ്റ്. അടുത്ത അപ്പോയിന്റ്മെന്റ് സെക്കൻഡ് അപ്പോയിന്റ്മെന്റ് അല്ലേ? ഇന്ന് 31 ഓഗസ്റ്റ് ലാസ്റ്റ് അടുത്ത അപ്പോയിന്റ്മെന്റ്. ഇനി എല്ലാ മാസം അപ്പോയിന്റ്മെന്റ് ഉണ്ടെന്നല്ലേ പറഞ്ഞേ?
അത് കഴിഞ്ഞ് എല്ലാ ആഴ്ച അപ്പോയിന്റ്മെന്റ് അല്ലേ? ലാസ്റ്റ് ആകുമ്പോ ആ എല്ലാ മാസവും അല്ല, കുറച്ചും കൂടെ 2 വീക്സ് 2 വീക്സ് അങ്ങനെ കണ്ട അവസാനം ആവുമ്പോ എല്ലാ വീക്സും അപ്പോയിന്റ്മെന്റ്. അടിപൊളി. അപ്പൊ ഞങ്ങള് ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി പോവാം. പിള്ളേർക്ക് രണ്ടവർക്ക് എന്തെങ്കിലും മേടിക്കണ്ടേടാ? ഒരാള് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിരിക്കുക. എനിക്ക് ഉറങ്ങണമെന്നുണ്ട്. ഞാൻ കണ്ണടച്ച് ഇപ്പൊ ഉറങ്ങും. എനിക്ക് ഉറങ്ങണമെന്ന്. പിന്നെ ഇന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകണ്ടെന്നുള്ളതാണ് എന്റെ ഒരു ആകെ സമാധാനം. ഇല്ലെന്നുണ്ടെങ്കിൽ ബോധം കെട്ട് പ്രഷറും കൂടി കിടക്കുക. എനിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1-2 ദിവസമൊക്കെ ഉറങ്ങാതിരുന്നാലും മീൻസ് അങ്ങനെ അത്ര നമുക്കങ്ങനെ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടില്ല. ഡോൺച്ചൻ അങ്ങനെയല്ല, ഒരു ദിവസം ഉറക്കം പോയോ പിറ്റേന്ന് പ്രഷറൊക്കെ ഇച്ചിരി വേരിയേഷൻ വരും, തല പൊട്ടത വേദന വരും. ആ മൊത്തത്തിൽ സീനാണ്. ഞങ്ങൾക്ക് സ്റ്റേപ്പിൾസിൽ കയറിയിട്ട് കുറച്ച് പ്രിന്റ് ഔട്ട്സ് കാര്യങ്ങളൊക്കെ എടുക്കണ്ടായിരുന്നു. അപ്പോൾ സ്റ്റേപ്പിൾസിലേക്കാണ്. നിനക്കാണ് ഉറക്കം വരുന്നത്? നീയാണോ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്ന പെണ്ണെ? എനിക്ക് രാത്രി ഉറക്കം ശരിയായില്ല. ഞാൻ കൂട്ട വിടുന്നേ ഉള്ളൂ, വേറെ പ്രശ്നമില്ല. ശരി ശരി. 2 എണ്ണം ഒട്ടയിടയ്ക്ക് കിടക്കുന്ന കണക്ക് തിരിയാനും സംഭവിക്കില്ല. മനസ്സിലായില്ലേ? ഈ ഇടയ്ക്ക് പറയായിരുന്നല്ലോ എങ്ങനെയാടി എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലടി. പ്രഗ്നൻസി തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേന് മക്കൾ ഇപ്പൊ അപ്പന്റെ കൂട്ടത്തിലാണ് കൂടുതല്. അപ്പത്തേന് എത്ര സ്പേസ് ഉണ്ടെങ്കിലും നമ്മളിങ്ങനെ കിടന്ന ഒരാൾ ഇവിടുന്ന് തട്ടും ഒരാൾ ഇവിടുന്ന് തട്ടും. ഇന്നലെ അപ്പൻ നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് അയ്വാനും വന്ന് കിടന്ന് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടല്ലോ ഒന്ന്. എന്നിട്ടും എന്നിട്ട് ലച്ചു ഇടയ്ക്ക് എണീറ്റിട്ട് പറയാണ് സോ കോൾഡ് പുതക്കടി അങ്ങോട്ട്. രണ്ടുപേരും മണ്ടയിലോട്ട് ഇട്ടിട്ട് ഇടയിൽ കിടക്കുന്ന എന്റെ അവസ്ഥ തല. രണ്ടുപേരും കാലം മണ്ടയിലോട്ട് ബ്ലാങ്കറ്റിന്റെ മുകളിലോട്ട് ഇടും. അങ്ങനെ ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റോറിലൊക്കെ പോയായിരുന്നു. അതെ, ഞങ്ങൾ ഇന്ത്യൻ സ്റ്റോറിലൊക്കെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. ഗോതമ്പ് പൊടിയൊക്കെ മേടിച്ചു. ഗോതമ്പടി ഹെൽത്തി ആണെന്ന്. അതെ, കുറച്ച് ഗോതമ്പിലോട്ട് കൂടുതൽ കടന്നിരിക്കുകയാണ്. എനിക്ക് ഷുഗറുണ്ട്, മമ്മിക്ക് എല്ലാവർക്കും ഷുഗറുണ്ട്. എനിക്ക് പിന്നെ പ്രഗ്നൻസി ആയതുകൊണ്ട് ഷുഗർ, മമ്മിക്ക് ഷുഗർ ഉണ്ട്, ഡോൺച്ചന്റെ ഷുഗർ ഉണ്ട്. ശരിക്കും പറഞ്ഞാല് സമ്മതിച്ചില്ല. അപ്പം കൂടുതലും ഗോതമ്പാ കഴിക്കുന്നത്. അപ്പം ഗോതമ്പിന് നല്ല ചിലവുണ്ട്. അപ്പം ഗോതമ്പ് വാങ്ങണമായിരുന്നു, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. അപ്പം നമ്മളെ വീടെത്താറായി, ലിവർപൂൾ എത്തി. അതുകൊണ്ട് അങ്ങോട്ടാ പോന്നെ. ഏതാ ഇതോ? അല്ല, സമയം 1:11 ഈ മീന് ഭയങ്കര പൈസയല്ലേ? നമുക്ക് അടുത്ത അപ്പോയിന്റ്മെന്റ് പറഞ്ഞേക്കുന്നത്, ക്ലിനിക്കൽ അപ്പോയിന്റ്മെന്റ് പറഞ്ഞേക്കുന്നത് ഓഗസ്റ്റ് 7-നാണ്. പിന്നെ ബ്ലഡ് ടെസ്റ്റ് പറഞ്ഞേക്കുന്നത് ഓഗസ്റ്റ് 5-നാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് കാനഡ എക്സ്പീരിയൻസ്? ഡോക്ടറെ കണ്ടെ ഒരു ചുള്ളത്തി ഡോക്ടർ അല്ലേ? ഒരു ചുള്ളത്തി ഡോക്ടർ, ഒരു ജിമ്മത്തി ഡോക്ടർ. അതെ, ഒരു ജിമ്മത്തി ഡോക്ടർ കൊള്ളാം. അവര് നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തോണ്ടെന്ന് അവര് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ ഇങ്ങനെയാണ്, ഇവിടുത്തെ കാര്യങ്ങള് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഈ ടെസ്റ്റ് വേണോ ആ ടെസ്റ്റ് വേണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അല്ലാണ്ട് വേറൊരു ടെസ്റ്റ് ചെയ്തു. അങ്ങനെ ഇനി അപ്പൊ നമ്മൾ അടുത്ത അപ്പോയിന്റ്മെന്റിന് പോകുമ്പോൾ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ ഈ പ്രഗ്നൻസിയിൽ വേറെ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് വരികയാണെങ്കിൽ അതൊരു വീഡിയോ ചെയ്തായിരിക്കും. അപ്പൊ ശരി, ബൈ.